പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇപ്പൊ? ആ, എങ്ങനെയാണ് ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള ഇത് സങ്കല്പവും കാര്യങ്ങളെല്ലാം? എന്നാലും ഒരു ഏകദേശം ഒരു സങ്കല്പം ഉണ്ടാവൂലേ? നല്ല ആള് മീൻസ് എന്നെ പോലെ ഉള്ള ആളാണോ? അല്ല, അങ്ങനെയല്ല, ഞാൻ ഒരു നല്ലവനാണ്. അറിയാം. അല്ല, ഇനി അങ്ങോട്ട് നമുക്ക് അറിയാം. ഏ ഏ ആര്, ഞാനോ? ആ, ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്ക. അത് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ആ, അപ്പോ എങ്ങനെയാണ് ഭാവി പ്ലാനെല്ലാം എന്താന്ന് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള? എന്റെ ഞാൻ പ്ലാൻ പറയട്ടെ. എങ്ങനെ? 12? എന്ത് 12? ആര്? +2 ആണോ? അപ്പൊ 18 ആയിട്ടില്ലേ? ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. പോക്സോ ഒന്നാ വെള്ളം ഉണ്ടോ? ഹലോ, പുണ്ടച്ചി മോനെ, എന്നെ കേസിൽ പെടുത്താനുള്ള പരിപാടിയാടാ. മൈരാ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കിടാ. ഉള്ള ഇത് ബോധവും ബുദ്ധിയും വിവരവും ഇല്ലടാ. മൈരാ, നീ പോക്സോ പെണ്ണിനോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്നാന്ന് പറഞ്ഞത് പോക്സോ ആന്ന്. നിന്റെ തല ഞാൻ ചവിട്ടി പൊട്ടിക്കുന്നു കേട്ടോ. ഞാൻ കാണിച്ചത് ലൈവായിട്ട് കാണിച്ചതാണോ മാറി. എന്നെ ഒന്നും ചെയ്യരുത്. അല്ലടാ, ഇവളെ കണ്ടാല് പോക്സോ എന്ന് പറയില്ലല്ലോ. പോലീസ് കമ്മിങ്ങാ. എന്തിന്? എടാ, ഇനി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ആരോടാ ഇത് പറയണ്ടേ? റബ്ബുല്ലാലമീനായ തമ്പുരാനെ. പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിളിച്ച് ഡൗട്ട് ചോദിക്കാം. നമ്പർ പറഞ്ഞേ പോലീസിന്റെ. 100 വിളിച്ചാൽ മതിയോ? എമർജൻസി സർവീസിലേക്ക് സ്വാഗതം. കേരള പോലീസ് പ്രതിനിധിയുമായി സംസാരിക്കുന്നതിനായി 1 അമർത്തുക. വെൽക്കം ടു 112 എമർജൻസി സർവീസ്. ഹലോ സാറേ. സാറേ, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഒരു സംശയം. ഞാനിപ്പോ ഒരു 18 ആകാത്ത ഒരു പെണ്ണുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീഡിയോ കോളിൽ ജസ്റ്റ് സംസാരിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് 22 അല്ല 24. ഞാൻ അപമര്യാദയായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. ഞാൻ ജസ്റ്റ് വിളിച്ചിട്ട് എന്താന്ന് വിശേഷങ്ങളെല്ലാം ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് മുമ്പത്തെ. ഇതപ്പോ കുഴപ്പമുള്ള ഉണ്ടാവില്ലല്ലോ? പെൺകുട്ടിക്ക് +2 പഠിക്കുന്നു. 17 തോന്നുന്നു. പരാതി കൊടുത്താൽ മാത്രമേ കുഴപ്പമുള്ളൂ.
ആ താങ്കൾ ആ കുട്ടിയുടെ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ടോ താങ്കളെ കുട്ടി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടോ ആ പെൺകുട്ടിയുടെ പരാതി കൊടുത്താൽ നിങ്ങൾക്ക് അത് പ്രശ്നമാവും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ എനിക്ക് ഇപ്പൊ പഞ്ചായത്ത് വിളിക്കുന്നല്ലേ, കൂട്ടുകാരെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ലല്ലേ. അവര് പരാതിക്ക് പോയാൽ ആ കുട്ടിയുടെ വീട്ടുകാരാവട്ടെ അല്ലെങ്കിൽ അച്ഛനമ്മയാവട്ടെ ആരായാലും പോയ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ മനസ്സിലായി. ഓക്കെ സാർ, താങ്ക് യു മനസ്സിലായി. നായിന്റെ മക്കളെ ഓരോന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നതാ. ഹലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തമ്മിൽ ഒന്നും ഇല്ല കേട്ടാ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് നമ്മൾ പണ്ടന്ന് കണ്ടായിരുന്നല്ലോ, ഏത് ഓണത്തിന് നമ്മൾ കണ്ടു. ജസ്റ്റ് ഞാൻ എന്താന്ന് വിശേഷങ്ങൾ, അതായത് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്താ, നമ്മളൊരു ഫ്രണ്ടിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചതെന്ന് കേട്ടാ, വേറെ ഒന്നുമില്ല കേട്ടാ. അപ്പോൾ വേറെ പരാതിയൊന്നും കൊടുക്കൂലല്ലോ അല്ലേ? ഓക്കെ. അല്ല പിന്നെ എടാ ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കല്ല കേട്ടോ, വേണ്ടാണ്ട്. എൻ്റെ മോനെ എൻ്റെ ഉസറങ്ങ് പാളിപ്പോയി. ഒന്നാമത് ഇന്നലെ ഒരു ഇത് കിട്ടി. ഇതിപ്പോ അടുത്ത കേസ് എന്താന്നിത്, ഞാന് ഷമീർ മാങ്കൂട്ടം. എന്റെ മോനെ അനക്കറിയില്ലടാ. എടാ ഞാൻ ഇവളെ കണ്ട് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇവക്ക് 17 അനക്കിത് തോന്നില്ലല്ലോ. ഞാൻ വിചാരിക്കുന്ന എന്താ, ഞാൻ വിചാരിക്കുന്ന 18-19 വയസ്സ്. ഇവള് +2 ആണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിത് അറിയുന്നില്ല. എന്റെ മോനെ എന്തോ ഭാഗ്യം, ഞാൻ വിവരക്കേടോ ഒന്നും പറയാത്ത, എന്തോ എൻ്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും ഭാഗ്യം കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം എന്തെങ്കിലും വരേണ്ടതാണ്. എന്തോ ഭാഗ്യത്തിനൊന്നും വന്നിട്ടില്ല. അല്ലാ, രക്ഷപ്പെട്ട്. എന്താ മുകേഷ് ഷമീറാ? എന്ത് മുകേഷ് ഷമീർ? പൾസർ ഷമീർ? എടാ ഇനി ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവളെ കണ്ടുകഴിഞ്ഞാൽ തോന്നൂലടാ. എടാ നിങ്ങൾക്ക് ഇവളെ കണ്ടിട്ട് തോന്നി, ഞാൻ കാണിച്ചു തരട്ടെ. ഇവളെ കണ്ടിട്ട് നിങ്ങൾ പറ, ഇവക്ക് 18 ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പറ. നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പറ. നിങ്ങൾ ഇതിൽ നിങ്ങൾ പറ. ഞാൻ കാണിച്ചു തരാം. ഹലോ ഷമീറ, ആ നീ എന്താടാ, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? മുൻവൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും? അതെന്താ നീ അത് അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്ക് എന്നെന്നാ എന്തെങ്കിലും ഒരു കയറായിട്ട് തന്നെ ഞാൻ അവിടെ തൂങ്ങിക്കോളാം, നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഇരിക്കാം നിന് വേണ്ടിട്ട്. അല്ല നീ അത് ഞങ്ങക്ക് നിന്നോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നിനക്ക് എന്തെല്ലാം ചെയ്തത്? ഞാൻ നിന്നെ പൊന്നോരല്ലടാ നോക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ പ്രശ്നത്തിൽ പെടുത്തുന്നത്? നീ ഇപ്പൊ പോലീസിനെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചത്? ഞാൻ കാര്യം ചോദിച്ചു, നീയല്ല എന്നെ വിളിച്ച് ചീത്ത വിളിച്ചത്. അത് മാറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അതിന് പോലീസിനാണ് വിളിക്കുന്നത്. പോലീസിനെ വിളിച്ചോ പോട്ടെ. ഇത് നീ ആലോചിച്ച ഈ പെണ്ണ് പരാതി കൊടുക്കണമെന്നില്ല. ഇല്ല, ഓള് കൊടുക്കൂല. ഞാൻ ആദ്യം ഓക്ക് വോയിസ് മെസ്സേജ് ഇട്ട് ഓളോട് ഞാൻ പറഞ്ഞു പരാതി കൊടുക്കൂലല്ലോ. മോനെ പറയുന്നൊന്നും മനസ്സിലാക്ക്. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങളിൽ പോയി പെട്ടെന്ന് അറിയാനോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യല്. ഇപ്പൊ ഓക്ക് 18 വയസ്സായിട്ടില്ല, ശരി, ഓക്കെ. 17 വയസ്സിൽ ഓള് കേസ് കൊടുത്തിട്ടായിരിക്കാം. ഓളെ പാരന്റ്സിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം, മനസ്സിലായോ? 17 വയസ്സുള്ള പെണ്ണ് എനിക്ക് കേസില്ല എന്ന് പറഞ്ഞാലും ആ മൊഴിക്ക് വാല്യൂ ഇല്ല, മനസ്സിലായോ? 17 വയസ്സിന് വാല്യൂ ഇല്ല. ഓളെ പാരന്റ്സ് പറയുന്നത് എന്താണോ അതിനാണ് വാല്യൂ. പെണ്ണിന് 18 ആയിട്ടില്ലെങ്കിൽ, മനസ്സിലാണോ? നീ ഇപ്പൊ എന്തിനാ എന്നോട് അന്നെ ഇത് പറഞ്ഞ് ഇതാക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആത്മഹത്യ? എടാ നീ സൂക്ഷിക്കണം. നീ ഇത് സൂക്ഷിക്കണം. എടാ മോനെ, എനിക്കിത് സത്യമായിട്ട് അറിയില്ല. ഇവളെ കണ്ടു കഴിഞ്ഞാല് നിനക്ക് ഇവളെ കണ്ടിട്ട് തോന്നിയോ ഇവക്ക് 17 ആന്നുള്ള കാര്യം? ഇതൊന്നും കോടതിയിൽ വില പോവില്ല. എനിക്കിത് അറിയില്ല, നിനക്കിത് അറിയോ ഇല്ലയോ എന്നുള്ളത് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആർക്കും അറിയാൻ പറ്റും. അത് കോടതി പറയുന്നത് നിനക്കിത് അറിയായിരുന്നു. അപ്പൊ അതാണ് സത്യം, മനസ്സിലാവും. അപ്പൊ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനി ഓളെ വിളിക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ വിളിക്കൂല. ഓക്കെ, ലവ് യു. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും കേറ്. ഈ പെണ്ണുങ്ങളെ വർത്താനം ഇതുണ്ട്. ഇല്ല. ഇതാ നോക്കോ, ഇതാ. ബൈ. ഈ പൊട്ടലിന് ഒരു മോഡത്ത് ഇവനങ്ങ് ഇതാവും. എടി ഇതാ നിങ്ങൾ പറ കേട്ടാ, ഇത് കൊടുത്തു. ഇതാ
ഇവളെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം?